സാങ്കേതിക വിദ്യയുടെ ലോകം ഒരേ സമയം വിസ്മയിപ്പിക്കപ്പെടുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന വേഗതയിലാണ് മുന്നോട്ട് കുതിക്കുന്നത്. ഒരു വശത്ത് ഊർജ്ജതന്ത്രത്തിന്റെ അത്ഭുതങ്ങൾ ഉപയോഗിച്ച് ചാർജ് തീരാത്ത ബാറ്ററികൾ നിർമ്മിക്കപ്പെടുമ്പോൾ, മറുവശത്ത് നാം കയ്യിൽ കൊണ്ടു നടക്കുന്ന സ്മാർട്ട് ഫോണുകളെ നിശബ്ദമായി തകർക്കാൻ ശേഷിയുള്ള സൈബർ ആയുധങ്ങളും വികസിപ്പിക്കപ്പെടുന്നു. ഭാവിയുടെ ഊർജ്ജ സ്രോതസ്സായ ബീറ്റാ വോൾട്ടിൻ്റെ ന്യൂക്ലിയർ ബാറ്ററിയും ഐഫോൺ ഉപയോക്താക്കളെ മുൾമുനയിൽ നിർത്തുന്ന ഡാർക്ക് സ്വോർഡ് എന്ന സൈബർ ആക്രമണവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. വിപ്ലവകരമായ മാറ്റങ്ങൾക്കും അതീവ ജാഗ്രത വേണ്ട സുരക്ഷാ ഭീഷണികൾക്കും ഇടയിലുള്ള ആധുനിക മനുഷ്യൻ്റെ ഡിജിറ്റൽ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആഴത്തിലൊന്ന് വിശകലനം ചെയ്യാം. സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും ഉപയോഗിക്കുന്ന ഏതൊരാളും നേരിടുന്ന പ്രധാന പ്രശ്നം അവയുടെ ചാർജ് പെട്ടെന്ന് തീരുന്നു എന്നതാണ്. എന്നാൽ ഒരിക്കൽ വാങ്ങിയ ഉപകരണത്തിൽ ബാറ്ററി ഇട്ടാൽ പിന്നെ 50 വർഷത്തേക്ക് അത് മാറ്റേണ്ടി വരില്ല എന്ന് കേൾക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നാം. ബീജിംഗ് ആസ്ഥാനമായുള്ള ബീറ്റാ വോൾട്ട് ന്യൂ എനർജി ടെക്നോളജി എന്ന സ്റ്റാർട്ടപ്പ് ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. നിക്കൽ 63 എന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പും ഡയമണ്ട് സെമി കണ്ടക്ടറുകളും ഉപയോഗിച്ച് അവർ വികസിപ്പിച്ചെടുത്ത ഈ ന്യൂക്ലിയർ ബാറ്ററി ഊർജ്ജോൽപാദന രംഗത്തെ ചരിത്രപരമായ മുന്നേറ്റമാണ്. ഒരു നാണയത്തേക്കാൾ ചെറിയ വലുപ്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബാറ്ററിക്ക്, അതായത് BV100, ഇതിന് 50 വർഷത്തോളം യാതൊരു തടസ്സവുമില്ലാതെ വൈദ്യുതി നൽകാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. ആണവോർജ്ജത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്ന ബീറ്റാ വോൾട്ടൈക് എന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിക്കൽ 63 വിഘടിക്കുമ്പോൾ പുറത്തുവിടുന്ന ബീറ്റാ കണങ്ങളെ ഡയമണ്ട് സെമി കണ്ടക്ടറുകൾ ആഗിരണം ചെയ്യുകയും അവയെ വൈദ്യുതോർജ്ജമായി പരിവർത്തനം ചെയ്യുകയുമാണ് ഇവിടെ സംഭവിക്കുന്നത്. സാധാരണ ആറ്റോമിക് ബാറ്ററികൾ വലിപ്പമുള്ളവയും താപനില ഉയർത്തുന്നതുമായിരുന്നുവെങ്കിൽ ബീറ്റാ വോൾട്ടിന്റെ സാങ്കേതിക വിദ്യ താഴ്ന്ന താപനിലയിൽ പ്രവർത്തിക്കുന്നതും പൂർണ്ണമായും സുരക്ഷിതവുമാണ്. റേഡിയേഷൻ പുറത്തു കടക്കാത്ത രീതിയിലുള്ള പ്രത്യേക കവചങ്ങൾക്കുള്ളിൽ ഇത് സീൽ ചെയ്തിരിക്കുന്നതിനാൽ മനുഷ്യ ശരീരത്തിന് യാതൊരു ദോഷവും വരുത്തില്ലെന്ന് കമ്പനി അവകാശപ്പെടുന്നു. നിലവിൽ ഈ ബാറ്ററികൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജത്തിന്റെ അളവ് വളരെ കുറവാണ്. ഏകദേശം 100 മൈക്രോവാട്ട് വൈദ്യുതി മാത്രമാണ് ഇവ നൽകുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ഇവ ഉപയോഗിക്കാൻ സാധിക്കുന്നത് പേസ് മേക്കറുകൾ പോലെയുള്ള മെഡിക്കൽ ഉപകരണങ്ങളിലും ചെറിയ സെൻസറുകളിലുമാണ്. എന്നാൽ ഒന്നിലധികം ബാറ്ററികൾ ഒന്നിച്ച് ചേർത്ത് വെച്ച് കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ കമ്പനി വികസിപ്പിച്ചു വരികയാണ്. 2026ഓടെ 1 വാട്ട് വരെ ശേഷിയുള്ള ബാറ്ററികൾ വിപണിയിലെത്തിക്കാൻ അവർക്ക് പദ്ധതിയുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ സ്മാർട്ട് ഫോണുകൾ, ഡ്രോണുകൾ എന്നിവ ചാർജിംഗ് കേബിളുകളുടെ സഹായമില്ലാതെ പതിറ്റാണ്ടുകളോളം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. പരിസ്ഥിതിക്ക് ദോഷകരമായ ലിഥിയം അയോൺ ബാറ്ററികൾക്ക് പകരമായി ഉപയോഗശേഷം ദോഷകരമല്ലാത്ത ചെമ്പായി മാറ്റുന്ന ഈ ന്യൂക്ലിയർ ബാറ്ററികൾ ഗ്രീൻ എനർജി രംഗത്തെ വലിയൊരു പ്രതീക്ഷയാണ്. 50 വർഷം ചാർജ് നിൽക്കുന്ന ബാറ്ററി നൽകുന്ന സുരക്ഷിതത്വ ബോധത്തിന് നേരെ വിപരീതമാണ് സൈബർ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ഭീതി. സ്മാർട്ട് ഫോൺ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ കോട്ട എന്ന് കരുതിയിരുന്ന ഐഫോണുകൾക്ക് നേരെയാണ് ഇപ്പോൾ ഡാർക്ക് സ്വോർഡ് എന്ന മാരകമായ സൈബർ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗൂഗിളിന്റെ ത്രെറ്റ് അനാലിസിസ് ഗ്രൂപ്പും പ്രമുഖ സൈബർ സുരക്ഷാ ഏജൻസികളും ചേർന്ന് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഐഫോണുകളുടെ സുരക്ഷാ പഴുതുകൾ മുതലെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ശൃംഖലയാണിത്. ഒരു ചെറിയ ക്ലിക്കിലൂടെയോ അല്ലെങ്കിൽ കേവലം ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുന്നതിലൂടെയോ നിങ്ങളുടെ ഫോണിന്റെ പൂർണ്ണ നിയന്ത്രണം ഹാക്കർമാരുടെ കൈകളിൽ എത്തുന്ന രീതിയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഡാർക്ക് സ്വോർഡ് എന്നത് ഒരു സാധാരണ വൈറസ് അല്ല, മറിച്ച് ഐഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ iOSലെ 6ഓളം പ്രധാന പഴുതുകളെ ഒന്നിച്ച് ഉപയോഗിക്കുന്ന ഒരു അത്യാധുനിക സൈബർ ആയുധമാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴോ ലിങ്കിൽ അമർത്തുമ്പോഴോ ആണ് ഹാക്കിംഗ് നടക്കാറുള്ളത്. എന്നാൽ ഡാർക്ക് സ്വോർഡ് വാട്ടറിംഗ് ഹോൾ എന്ന വിദ്യയിലൂടെ ഉപയോക്താക്കൾ സ്ഥിരമായി സന്ദർശിക്കുന്ന വിശ്വസനീയമായ വെബ്സൈറ്റുകളിൽ പോലും ഒളിച്ചിരിക്കുന്നു. iOS 18.4 മുതൽ 18.7 വരെയുള്ള പതിപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഫോണുകൾക്കാണ് ഇതിന്റെ ഭീഷണി നേരിടേണ്ടി വരുന്നത്. ഒരിക്കൽ ഈ ആക്രമണത്തിന് ഇരയായാൽ ഫോണിലെ സന്ദേശങ്ങൾ, ഫോട്ടോകൾ, ലൊക്കേഷൻ വിവരങ്ങൾ, കോൾ ഹിസ്റ്ററി എന്നിവയ്ക്ക് പുറമെ ഐക്ലൗഡ് വിവരങ്ങളും ക്രിപ്റ്റോ വാലറ്റുകളും വരെ ഹാക്കർമാർക്ക് ചോർത്താൻ സാധിക്കും. ഇതിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ആപ്പിൾ കമ്പനി വളരെ പെട്ടെന്ന് തന്നെ iOS 18.7.7 എന്ന അടിയന്തര സെക്യൂരിറ്റി അപ്ഡേറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പഴയ മോഡലുകൾ മുതൽ iPhone 16 വരെയുള്ള എല്ലാ ഉപകരണങ്ങളിലും ഈ അപ്ഡേറ്റ് ഉടൻ ചെയ്യണമെന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സൈബർ ചാരവൃത്തി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങൾ പോലും ഇത്തരം സാങ്കേതിക
സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന കണ്ടെത്തൽ ആധുനിക കാലത്തെ സ്വകാര്യത എത്രത്തോളം അപകടത്തിലാണെന്ന് തെളിയിക്കുന്നു. ബീറ്റാ വോൾട്ടിന്റെ ബാറ്ററി സാങ്കേതിക വിദ്യ നമ്മുടെ ഉപകരണങ്ങൾക്ക് അനന്തമായ ആയുസ് നൽകുമ്പോൾ ഡാർക്ക് സോഡ് പോലെയുള്ള ഭീഷണികൾ ആ ഉപകരണങ്ങളിലെ വിവരങ്ങൾക്ക് സുരക്ഷ ഉറപ്പിക്കണമെങ്കിൽ നിരന്തരമായ ജാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ന്യൂക്ലിയർ ബാറ്ററി സാങ്കേതിക വിദ്യ വിപണിയിൽ സാധാരണമാകുന്നതോടെ നമുക്ക് ചാർജിങ്ങിനെ കുറിച്ച് ആകുലപ്പെടേണ്ടി വരില്ലായിരിക്കാം. എന്നാൽ ഇത്രയും കാലം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം ഹാക്ക് ചെയ്യപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം വലുതായിരിക്കും എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ്. ന്യൂക്ലിയർ ബാറ്ററികളുടെ കാര്യത്തിൽ ജനങ്ങൾക്കിടയിലുള്ള പ്രധാന ആശങ്ക റേഡിയേഷനെ കുറിച്ചാണ്. ചെർണോബിൽ, ഫുക്കുഷിമ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ന്യൂക്ലിയർ എന്ന വാക്കിനോട് തന്നെ ഭയമുള്ള ഒരു ജനസമൂഹം ഇത്തരം ബാറ്ററികളെ എങ്ങനെ സ്വീകരിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ബീറ്റാ വോൾട്ട് പറയുന്നത് അവരുടെ ബാറ്ററി ബുള്ളറ്റ് പ്രൂഫ് ആണെന്നും പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളോ തീപിടുത്തമോ ഉണ്ടായാൽ പോലും പൊട്ടിത്തെറിക്കില്ലെന്നുമാണ്. അതേസമയം സൈബർ ലോകത്തെ ആണവായുധം എന്ന് വിളിക്കപ്പെടുന്ന ഡാർക്ക് സോഡ് പോലെയുള്ള മാൽവെയറുകൾ സാങ്കേതികവിദ്യയുടെ ഇരുണ്ട വശമാണ് തുറന്നു കാട്ടുന്നത്. മാറുന്ന കാലത്തിനനുസരിച്ച് സാങ്കേതികമായി സ്വയം പരിഷ്കരിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം. ബീറ്റാ വോൾട്ടിന്റെ ബാറ്ററികൾ സ്മാർട്ട് ഫോണുകളിൽ എത്താൻ ഇനിയും സമയമെടുക്കും. എന്നാൽ ഐഫോണുകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ഫോണിലെ സോഫ്റ്റ്വെയർ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് സംവിധാനം ഓൺ ചെയ്ത് വെക്കുന്നത് വഴി ഇത്തരം സുരക്ഷാ പഴുതുകൾ അടയ്ക്കാൻ നമുക്ക് സാധിക്കും. അനാവശ്യമായ വെബ്സൈറ്റുകൾ സന്ദർശിക്കാതിരിക്കാനും ഔദ്യോഗിക ആപ്പ് സ്റ്റോറുകളിൽ നിന്നും മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. ഭാവിയിൽ നമ്മുടെ മൊബൈലുകൾ 50 വർഷം ചാർജ് നിൽക്കുന്ന ബാറ്ററികളിലേക്ക് മാറുമ്പോഴും യഥാർത്ഥ പോരാട്ടം നടക്കുക സോഫ്റ്റ്വെയറുകളുടെ സുരക്ഷാ കവചങ്ങളിലായിരിക്കും. ഊർജ്ജത്തിന്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുമ്പോൾ തന്നെ ഡിജിറ്റൽ സ്വകാര്യതയുടെ കാര്യത്തിൽ നാം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യ നൽകുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നതാണ് ഒരു ബോധമുള്ള ഉപഭോക്താവ് എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം. ന്യൂക്ലിയർ ബാറ്ററികൾ ലോകത്തെ പ്രകാശപൂരിതമാക്കുമ്പോൾ സൈബർ ലോകത്തെ ഇരുണ്ട നിഴലുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം. ഒരു വശത്ത് ഊർജ്ജത്തിന്റെ വിപ്ലവവും മറുഭാഗത്ത് സുരക്ഷയുടെ യുദ്ധവുമായി മുന്നേറുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ വിവരമാണ് ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയെ സംരക്ഷിക്കാൻ ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.